ജീവിതത്തിന് പ്രധാനമായി 5 ഘട്ടങ്ങളുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദര. 5 ഘട്ടങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കണം നിങ്ങൾ. ഞാൻ എവിടെയും പക്ഷപാതിത്വമായി സംസാരിക്കുന്നില്ല, നിഷ്പക്ഷമായി ആലോചിക്കണം. സർവ്വ ആളുകളും ചിന്തിച്ചാൽ അവർക്ക് ഗ്രഹിക്കാവുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. പ്രധാനമായി മനുഷ്യജീവിതം 5 ഘട്ടമായാണ് കണക്കാക്കപ്പെടുന്നത്. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു പോയല്ലോ. ഒന്നാമത്തെ ഘട്ടം ഏതാണ്? ഒന്നാമത്തെ ഘട്ടം ആലമുൽ അർവാഹ്. ഒന്നാമത്തെ ഘട്ടം ആലമുൽ അർവാഹ്, റൂഹുകളുടെ ലോകമെന്നാണ് ഒന്നാം ഘട്ടം അറിയപ്പെടുന്നത്. റൂഹുകളുടെ ലോകമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ 4 മാസം പ്രായമായ മാംസപിണ്ഡത്തിലേക്ക്, ആ മാംസപിണ്ഡത്തിലേക്കാണല്ലോ റൂഹ് നിക്ഷേപിക്കപ്പെടുന്നത്. ഒരുമ്മയുടെ ഗർഭപാത്രത്തിൽ ആ കുഞ്ഞു 4 മാസം പ്രായമാകുമ്പോഴാണ് ثم يرسل إليه ملك, ആ മാംസപിണ്ഡത്തിലേക്ക് ഒരു മലക്ക് നിക്ഷേപിക്കപ്പെടും. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറയുന്നുണ്ട്. ثم يرسل إليه ملك, ആ ശരീരത്തിലേക്ക് ഒരു മലക്ക് നിക്ഷേപിക്കപ്പെടും. പിന്നെയോ فينفخ فيه الروح, ആ മലക്ക് വന്നുകൊണ്ട് മാംസപിണ്ഡത്തിലേക്ക് റൂഹ് ഊതുകയായി. അതോടുകൂടെ ആ മാംസപിണ്ഡത്തിൽ ജീവൻ വന്നു, റൂഹ് കിടക്കുകയായി. ഈ റൂഹ് 4 മാസം പ്രായമാകുന്ന ഉമ്മയുടെ ഗർഭപാത്രത്തിലെ മാംസപിണ്ഡത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നതിന് മുമ്പ് എവിടെയായിരുന്നു ഈ റൂഹ് ഉണ്ടായിരുന്നത്? അതാണ് എൻ്റെ പ്രിയമുള്ള സഹോദര ഒന്നാം ലോകം. അതാണ് ഒന്നാം ലോകം, മനുഷ്യന്റെ ഒന്നാം ലോകം. അതാണ്. എന്താണ് മരണമെന്ന് പിന്നീട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഈ മാംസപിണ്ഡത്തിലേക്ക് റൂഹ് നിക്ഷേപിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ എവിടെയായിരുന്നോ ഉണ്ടായിരുന്നത്? അതാണ് ഒന്നാം ലോകം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ഓർമ്മയുള്ള വല്ലവരുമുണ്ടോ? വൈദ്യശാസ്ത്രം പറയുന്നുണ്ടല്ലോ, ഭൗതിക ശാസ്ത്രം പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യക്കുഞ്ഞിന് ജീവനോടെ പുറത്തു വരണമെങ്കിൽ 6 മാസക്കാലമെങ്കിലും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അവനെ കഴിയണം. ഇവർ പറയുന്നു 4ാമത്തെ മാസത്തിൽ ഈ മാംസപിണ്ഡത്തിൽ ചില പ്രത്യേകമായ ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ, 4 മാസം പ്രായമാകുമ്പോ ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള മാംസപിണ്ഡത്തിൽ ചില പ്രത്യേകമായ ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നിവർ പറയുന്നുണ്ട്. എന്താണ് ചലനമെന്നവർക്കറിയില്ല. എന്താണ് ആ ചലനമെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. പ്രപഞ്ചനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിച്ചു കൊടുക്കുന്നത് മാത്രമായി പ്രവാചകർ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ എവിടെയും പഠിച്ചു പോയിട്ടില്ല. ശ്രദ്ധിക്കുക നിങ്ങൾ, ആ 4 മാസം പ്രായമാകുമ്പോ മാംസപിണ്ഡത്തിലേക്ക് കടന്നു വരുന്നത് റൂഹാൻ. എവിടെന്നായി റൂഹ് ഉണ്ടാകുന്നത്? ഇന്ന് വരെ ലോകത്തിന് പറയാൻ കഴിഞ്ഞില്ല റൂഹ് എവിടെ നിന്നാണെന്ന്. മനുഷ്യ ശരീരമല്ല നമ്മൾ ചിന്തിക്കണം. ഞാനെന്ന് പറയുന്നത് എന്റെ ശരീരമല്ല. നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടതെന്റെ കയ്യാൻ, നിങ്ങൾ കാണുന്നതെന്റെ മുഖമാണ്, നിങ്ങൾ കാണുന്നത് ഞാൻ ധരിച്ച വസ്ത്രമാണ്. ഒരിക്കലും നിങ്ങളാരും നിങ്ങളെ കണ്ടിട്ടില്ല. കണ്ണാടിയുടെ മുമ്പിൽ പോയി ശ്രദ്ധിക്കുന്ന ആൾ കാണുന്നത് അയാളെയല്ല എന്റെ സഹോദര, നിങ്ങളെയല്ല. നിങ്ങളുടെ കണ്ണിന്റെ ബാഹ്യമായ പ്രതലമാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങളുടെ തൊലിയാ നിങ്ങൾ കാണുന്നത്, മുഖമാ കാണുന്നത്, ശരീരമാണ് കാണുന്നത്. ശരീരമല്ല നാം. ചിന്തിക്കണം, ശരീരമല്ല നാം. പിന്നെയോ ഈ ശരീരത്തിന്റെ അകത്ത് അന്തർലീയമായി കിടക്കുന്ന റൂഹെന്ന് പറയുന്ന അത്ഭുതമുണ്ട് എന്റെ സഹോദര. അത് അല്ലാഹുവിന്റെ ഖജാനയിൽ നിന്ന്, ഖജനാവിൽ നിന്ന് അല്ലാഹു ഔദാര്യമായി തന്ന ഒന്നാണ് റൂഹ് എന്ന് പറയുന്നത്. ഈ റൂഹിന് ഭൂമിയിൽ തനിയെ നിലനിൽക്കാൻ കഴിയില്ല. അപ്പൊ ഒരു പ്രത്യേകമായ സ്ഥലത്ത് ആ റൂഹിനെ പിടിച്ചു നിർത്താനുള്ള സംവിധാനമാണ് അല്ലാഹു ഏർപ്പെടുത്തിയ സംവിധാനമാണ് ശരീരം. ശരീരത്തിനല്ല പ്രാധാന്യം, റൂഹിനാണ് എന്റെ സഹോദര പ്രാധാന്യം. ഈ റൂഹ്
നോക്കണം നിങ്ങൾ. അള്ളാനെ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറയുന്ന നാസ്തികന്മാരെ, ദൈവനിഷേധികളെ, നിങ്ങളോട് ചോദിക്കട്ടെ, നീ നിന്നെ കണ്ടിട്ടുണ്ടടാ, പിന്നെ നീ ദൈവത്തെ നിഷേധിക്കാൻ ആര്? നീ നിന്നെ കണ്ടിട്ടില്ല. എന്താണ് മനുഷ്യനെന്ന രഹസ്യം? ഇന്ന് വരെ കേവലം 5 അടിയോ 6 അടിയോ പൊക്കമുള്ള മനുഷ്യനെ കുറിച്ച് മനുഷ്യൻ പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇന്ന് വരെ എന്താണ് മനുഷ്യനെന്ന് കണ്ടെത്താൻ അവന് കഴിഞ്ഞിട്ടില്ല. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. ആത്മാവിന്റെ രഹസ്യം എന്തെന്ന് നബിയേ അങ്ങയോട് ആളുകൾ ചോദിക്കുന്നു. യാ റസൂലല്ലാഹ്, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, റൂഹിന്റെ റബ്ബിന്റെ കാര്യമാണെന്നങ്ങ് പറഞ്ഞേക്കണേ. മനുഷ്യനതിൽ കൈകടത്തൽ നടത്താൻ കഴിയില്ല. വിഷയം ഞാൻ പറയുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൽ നിന്ന് റൂഹിനെ, മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേറിട്ടു പോകാൻ സമ്മതിക്കാതെ പിടിച്ചു നിർത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്ന്, അല്പകാലം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഴിയുമെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. കഴിയുമോ എന്ന് ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള 4 മാസം പ്രായമായ ശരീരത്തിലേക്ക് കേവലം കൂടുമാത്രമാണത്. ആ ശരീരത്തിലേക്ക് നമ്മൾ വന്ന് കയറുന്നതിന് മുമ്പ് നമ്മുടെ റൂഹ് എവിടെയായിരുന്നോ ഉണ്ടായിരുന്നത്? അതാണ് ആലമുൽ അർവാഹ്, അതാണ് റൂഹുകളുടെ ലോകം. ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നിട്ടുണ്ടോ? കിടക്കാത്തവരാ ആരുമില്ല. ഞാൻ ചോദിക്കട്ടെ, കടന്നത് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ഓർമ്മയില്ലാത്തത് കൊണ്ട് ഇല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറാണോ? അല്ല. എല്ലാവർക്കും അറിയാം ഗർഭപാത്രത്തിൽ കിടക്കാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന്. എന്നാൽ ഈ ഗർഭപാത്രത്തിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മളൊരു ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. ആ ലോകമാണ് ആലമുൽ അർവാഹ്, റൂഹുകളുടെ ലോകം എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരുക്ക തന്റെ സദസ്സിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നത്. എന്നിട്ട് അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, റൂഹുകളുടെ ലോകത്ത് ജീവിച്ചത് എനിക്ക് ചെറിയ ഓർമ്മയുണ്ട് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞതാരാ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് ഓർമ്മയുണ്ട്, റൂഹുകളുടെ ലോകത്തെ കുറിച്ച് ഒരു ചെറിയ ഓർമ്മ എനിക്കുണ്ട് യാ റസൂലല്ലാഹ്. അന്ന് റബ്ബിന്റെ മുമ്പിൽ വെച്ച് ബലാ, നീ ഞങ്ങളുടെ രക്ഷിതാവാണെന്ന് എല്ലാവരും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് നബിയേ എന്ന് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. ചില ആളുകൾ അല്പം ഓർമ്മ കൂടുതലുള്ളവരാവും, ചില ആളുകൾ ഓർമ്മ കുറവുള്ള ആളുകൾ ഉണ്ടാവും. സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, സ്കൂളിൽ ഒരു ദിവസം നടന്ന കാര്യം ചില ഒരാൾക്ക് നല്ല പോലെ ഓർമ്മയുണ്ട്, വേറെ ഒരാൾക്ക് അങ്ങനെ നടന്നത് തന്നെ ഓർമ്മയില്ല. 10 കൊല്ലം മുമ്പ് 2003 ഏപ്രിൽ 6-ാം തീയതി ഞാൻ എവിടെയായിരുന്നുവെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. കേവലം 10 കൊല്ലം മുമ്പ് കഴിഞ്ഞതാ. പോണ്ട, വേണ്ട, 10 കൊല്ലം പോകണ്ട. കഴിഞ്ഞ വർഷം 2012 ഏപ്രിൽ 6-ാം തീയതി ഈ സമയം നിങ്ങൾ എന്ത് ചെയ്തുവെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് കഴിയുമോ എന്റെ സഹോദര? മനുഷ്യൻ എത്ര വിരളമായ ഓർമ്മശക്തിയുള്ളവനാണ് മനുഷ്യൻ. മാത്രമല്ല, അതൊന്നും വേണ്ട, ഇന്ന് രാവിലെ എഴുന്നേറ്റതിന് ശേഷം ആദ്യം സംസാരിച്ച വാക്കെന്തെന്ന് പറയാൻ കഴിയുന്ന എത്ര പേര് ഈ സദസ്സിലുണ്ട്? മനുഷ്യൻ എങ്ങനെ വീമ്പിളക്കാൻ കഴിയും? സയ്യിദുന അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആ സമയം എനിക്ക് ഓർമ്മയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം ആദം അലൈഹിസ്സലാമിന്റെ മുതുകിലൂടെ ലോകാവസാനം വരെ വരാനുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു ഒരണുരൂപത്തിൽ സൃഷ്ടിക്കുകയാണ്. എന്നിട്ടോ എല്ലാവരെയും വിശാലമായൊരു മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടി അല്ലാഹു ആ ജനതയോടായി, അന്ന് ആരുണ്ട് എന്നറിയോ? അന്ന് ഞാനുണ്ട്.
എന്റെ മുമ്പിൽ ഇപ്പൊ വയത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുണ്ട്, ഭൂമിയിൽ നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരുമുണ്ട്. നല്ല പോലെ കേൾക്കണം. ഭൂമിയിൽ നിന്ന് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുമെന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഈ പ്രഭാഷണം തുടങ്ങിയിട്ട് ഏറ്റവും അടുത്ത് മരണപ്പെട്ടു പോയതാരാണോ അയാൾ വരെ, ലോകത്തെ ആദ്യത്തെ മനുഷ്യൻ മുതൽ അയാൾ വരെ അന്നുണ്ടായിരുന്നു. ഇനി ഖിയാമത്ത് നാൾ വരെ വരാനുള്ള മനുഷ്യരാരൊക്കെയാണോ അവരൊക്കെയും ആ സദസ്സിലുണ്ടായിരുന്നു അത്രേ. ആരാ പറയുന്നത്? നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജനതയോടായി എല്ലാവരോടുമായി അല്ലാഹു ചോദിച്ചു അത്രേ, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അന്നെല്ലാവരും പറഞ്ഞു ബലാ, അതെ അല്ലാഹുവേ, നീ ഞങ്ങളുടെ രക്ഷിതാവാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിലെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഓർമ്മയില്ല എന്നതുകൊണ്ട് നിഷേധിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് ഓർമ്മയില്ലാത്ത പലതും ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾക്കിന്നത് ഓർത്തെടുക്കാനും കഴിയുന്നില്ല. എന്നാൽ ഈ പറഞ്ഞപ്പോഴാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹബീബായി നബി, എനിക്കാരെങ്ങ് ഓർമ്മയുണ്ടെന്ന്. ഇതാണ് മനുഷ്യന്റെ ഒന്നാം ലോകം. അതാണ് റൂഹുകളുടെ ലോകത്തുള്ള ജീവിതം. റൂഹുകളുടെ ലോകത്ത് നിന്ന് നമ്മൾ രണ്ടാം ലോകത്തേക്ക് വന്നു. രണ്ടാം ലോകമേതാണ്? റഹിമു ഉമ്മിഹി, ഉമ്മയുടെ ഗർഭപാത്രമാണ് രണ്ടാം ലോകം. എന്റെ സഹോദര, നമ്മൾ റൂഹുകളുടെ ലോകത്ത് നിന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്കെത്തി. എന്നിട്ടോ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഏകദേശം 6 മാസക്കാലത്തോളം നമ്മൾ കഴിയുകയാണ്. 10-9 മാസം തികയുക എന്ന് നമ്മൾ പറയാറുണ്ട്. 4 മാസവും ഗർഭപാത്രത്തിൽ നടക്കുന്നത് എന്താണെന്നറിയുമോ? ഈ റൂഹ് നിക്ഷേപിക്കപ്പെടാനായി ശരീരം പാകപ്പെടുത്തുകയാണ്. 4 മാസത്തിൽ നമ്മൾ 4-ാം മാസം നമ്മൾ കടന്നു വന്നു. പിന്നീട് ഏകദേശം 6 മാസക്കാലത്തോളം ഉമ്മയുടെ ഗർഭപാത്രത്തിലാണ് നമ്മൾ കിടക്കുന്നത്. ഇതാ നമ്മുടെ രണ്ടാം ലോകം. ആ രണ്ടാം ലോകത്ത് നിന്ന് 3-ാം ലോകത്തേക്ക് നമ്മൾ കടന്നു വന്നു. രണ്ടാം ലോകത്ത് എന്തെല്ലാം നടന്നുവെന്ന് കൃത്യമായി പറയാൻ നമുക്ക് കഴിയില്ല. ആ ലോകത്ത് നമ്മൾ കടന്നപ്പോൾ എന്തൊക്കെയാണ് ബാഹ്യമായ ലോകത്ത് നടന്നത് എന്നും നമുക്കറിയില്ല. നല്ലപോലെ ശ്രദ്ധിക്കണം. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 8 മാസം പ്രായമായ ഉമ്മ നടന്നു പോകുന്നു. കേവലം നിങ്ങൾ ശ്രദ്ധിക്കണേ, ളുലുമാതുൻ സലാസ്, കേവലം ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ബ്ലാഡറുകൾ, പിന്നെ വയറാകുന്ന അല്പം ചെറിയ 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 ചില ഭിത്തികൾ, ആ ഭിത്തികൾക്കപ്പുറത്ത് നടക്കുന്ന ലോകം എന്തെന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന നമ്മൾ അറിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, ചിന്തിക്കണം നിങ്ങൾ. ഭൂമിയിൽ തന്നെ, പക്ഷെ ഉമ്മന്റെ ഗർഭപാത്രത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ഗർഭിണിയായ ഉമ്മക്കറിയില്ല. ശ്രദ്ധിക്കണേ, നാളെ ഖബറിനെ കുറിച്ച് പറയും നമ്മൾ. ഖബറിൽ അതൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് പറയാനടാ നിനക്ക് യാതൊരു ന്യായവുമില്ല. കാരണം എന്താ? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന നീ എന്തൊക്കെ ചെയ്യുന്നുവെന്ന് ഗർഭം ധരിച്ച ഉമ്മക്കറിയുന്നില്ല. മാത്രമല്ല, ഉമ്മയുടെ കൂടെ കിടക്കുന്ന നീ, ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള നിനക്ക് ഉമ്മ കിടക്കുന്ന റൂമിന്റെ അകത്ത് എന്തൊക്കെ വസ്തുക്കളുണ്ടെന്ന് പറയാൻ നിനക്ക് കഴിഞ്ഞില്ല. നീ ആലോചിക്കണം, ഇതാണ് നിന്റെ രണ്ടാമത്തെ ജീവിതം. അവിടെ എന്തൊക്കെ നടക്കുന്നുവെന്ന് കൃത്യമായി പറയാൻ മനുഷ്യൻ ഇന്നും അശക്തനാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, വലാ യഅലമു മാ ഫിൽ അർഹാമി ഇല്ലല്ലാഹ്. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ, മനുഷ്യന്റെ രണ്ടാം ലോകമായ ഗർഭപാത്ര ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുവെന്ന് കൃത്യമായി പറയാൻ മനുഷ്യലോകം അശക്തരാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ജീവിതത്തിലൊരു അനുഭവം. ഒരാൾ ഓടി വന്നു പള്ളിയിലേക്ക്, എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, മകൾ ഗർഭം ധരിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് കുട്ടി തല തിരിഞ്ഞ് കിടക്കുകയാണ്. ഓപ്പറേഷൻ അല്ലാതെ വഴിയില്ല. 2 ദിവസം വരെ കാത്തു. ഇനി ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ജീവഹാനി സംഭവിക്കും, ഇത് പ്രസവിക്കുകയില്ല, സിസേറിയൻ അനിവാര്യമാണ്. ഓപ്പറേഷൻ അല്ലാതെ വഴിയില്ല.
എന്തു ചെയ്യുന്നു പറഞ്ഞപ്പോ എന്നോട് പരിഹാരം ചോദിച്ചാൽ ഞാൻ എന്തു പറയാൻ, ഞാൻ ഡോക്ടറല്ലല്ലോ. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീദിന്റെ മനോമുഖരത്തിലൂടെ കടന്നുപോയി. അസ്വദഖതു റദ്ദുൽ ബലായ, സ്വതകകൾ പ്രയാസങ്ങളെ തട്ടി നീക്കുമെന്ന് മുത്തുനബിയുടെ ഹദീസ് കടന്നുപോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ 3 യതീമായ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ നേർച്ച ചെയ്യുക. അയാൾ പറഞ്ഞു, ഞാൻ നേർച്ച ചെയ്തു. നിങ്ങൾക്കറിയുമോ, തലശ്ശേരിയിലാണ്. ഇയാൾ പറയുകയാണ്, ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുകയാണ്. അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. കുട്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ഇവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഒരു കരച്ചിൽ കേട്ടു. നോക്കുമ്പോഴോ ഈ പെണ്ണ് പ്രസവിച്ചതാണ്. വലാ യഅലമു മാ ഫിൽ അർഹാമി ഇല്ലല്ലാഹ്. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ മനുഷ്യന്റെ രണ്ടാം ജീവിതമായ ഗർഭപാത്ര ലോകത്തെക്കുറിച്ച് കൃത്യമായി പറയാൻ മനുഷ്യലോകം അശക്തമാണെന്ന് അത് ഖിയാമത്ത് നാൾ വരെ കേൾക്കണേ നിങ്ങൾ. എത്രമാത്രം മനുഷ്യൻ ശാസ്ത്രീയമായ വിജ്ഞാനങ്ങൾ കൈവരിച്ചാലും കൃത്യമായി പറയാൻ അവന് കഴിയില്ലെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു നമ്മുടെ രണ്ടാം ലോകം. രണ്ടാം ലോകത്ത് നിന്ന് നമ്മൾ 3-ാം ലോകത്തേക്ക് വന്നു. ഏതാണ് 3-ാമത്തെ ലോകം? അൽ ഹയാത്തുദ് ദുന്യവിയ, ഐഹികമായ ജീവിതമാണ് 3-ാം ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതിന് ശേഷം മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിച്ചു പോകുന്നവരെ ഉള്ള ഘട്ടമാണ് ഐഹിക ജീവിതം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഉള്ളത് ഈ ജീവിതത്തിലാണ്. 1-ാം ലോകം നമ്മുടേത് കഴിഞ്ഞു, 2-ാം ലോകവും കഴിഞ്ഞു. നമ്മളിപ്പോ ഉള്ളത് 3-ാം ലോകത്താണ്. 3-ാം ലോകമാണ് ഐഹികമായ ജീവിതം.